കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. വികസിത് ഭാരത് സങ്കല്പ യാത്ര. ഭാരത സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്നതാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര. രാജ്യത്തെ 3 മേഖലകളായി തിരിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇക്കഴിഞ്ഞ നവംബർ 15 തീയതി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അട്ടപ്പാടിയിൽ നിർവഹിച്ചിരിക്കുകയാണ്. SLBCയുടെ നിർദ്ദേശപ്രകാരം ലീഡ് ബാങ്കിനൊപ്പം നബാർഡ്, റബ്ബർ ബോർഡ്, FECT, CBCN, IC, കൃഷി വിജ്ഞാൻ കേന്ദ്ര, തപാൽ, കൃഷി വകുപ്പുകൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ വിവിധ വകുപ്പുകളും പരിപാടിയിൽ പങ്കെടുക്കും. കാർഷിക മേഖലയിൽ നവീന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കർഷകർക്കായി പ്രത്യേക ഡ്രോൺ പ്രദർശനവും ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ, ആധാർ സേവനങ്ങൾ, ജനസുരക്ഷാ സ്കീമുകളുടെ ക്യാമ്പ് തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിവരവിനിമയത്തിനോടൊപ്പം വിവിധ പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിനുള്ള ക്യാമ്പും ഉണ്ടായിരിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തിൽ സാന്നിധ്യമുള്ള എല്ലാ ബാങ്കുകളുടെയും പ്രതിനിധികൾ അതാത് ഗ്രാമപഞ്ചായത്തിലെ യാത്രകളിലും ക്യാമ്പിലും പങ്കെടുക്കുന്നതാണ്. PM പ്രണാം സ്കീം അവബോധനം, സമീകൃത വളപ്രയോഗം, നാനോ വളങ്ങളെ പരിചയപ്പെടുത്തൽ, കാർഷിക ഡ്രോൺ ടെക്നോളജി പരിചയപ്പെടുത്തൽ മുതലായവ ഈ വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ്, മുദ്ര, സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹരായവർക്ക് ക്യാമ്പിൽ വെച്ച് തന്നെ തത്വത്തിൽ അംഗീകാരം നൽകുന്നതുമായിരിക്കും. യാത്രയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ച വിവര വിദ്യാഭ്യാസ വിനിമയ വാഹനത്തിൽ പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങളും ഗുണഭോക്താക്കളുടെ അനുഭവ വിവരണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ്? എത്തിച്ചേരാത്തവരിലേക്ക് എത്തിച്ചേരുക, സ്കൂളുകൾക്ക് കീഴിൽ അർഹതയുള്ള ദുർബലരായ ആളുകളിലേക്ക് എത്തിച്ചേരുക, വിവരണങ്ങളുടെ വ്യാപനം, പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കൽ, പൗരന്മാരിൽ നിന്ന് പഠിക്കൽ, സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി വ്യക്തിഗത കഥകൾ, അനുഭവം പങ്കിടൽ എന്നിവയിലൂടെ ആശയവിനിമയം, യാത്രയ്ക്കിടെ കണ്ടെത്തിയ വിശദാംശങ്ങളിലൂടെ സാധ്യതയുള്ള ഗുണഭോക്താക്കളുടെ എൻറോൾമെന്റ്. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വികസിത് ഭാരത് സങ്കല്പ യാത്ര സമയബന്ധിതമായി എത്തിച്ചേരുന്നതാണ്. യാത്രയിൽ പങ്കാളികളാകുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. ഭൂമിയുടെ പുനരുദ്ധാരണം, അവബോധം, പോഷണം മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായുള്ള പ്രധാനമന്ത്രിയുടെ പരിപാടിയെ പ്രതിനിധീകരിക്കുന്ന PM പ്രണാം സ്കീമിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഭൂമിയെ നമ്മുടെ സ്വന്തം അമ്മയെപ്പോലെ പരിപാലിക്കുന്നതിനും അതിനെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിനുമുള്ള സവിശേഷമായ ചുവടുവെപ്പാണിത്. ഗ്രാമതലം മുതൽ നമ്മുടെ കൂട്ടായ പ്രയത്നത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ. സർ, PM പ്രണാമിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? PM പ്രണാമിന്റെ പ്രാഥമിക ലക്ഷ്യം കാർഷിക മേഖലയിൽ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ ഉപയോഗം എന്ന സമ്മർദ്ദ പ്രശ്നം പരിഹരിക്കുക എന്നതാണ്. ഉയർന്ന ഉൽപാദനം ലക്ഷ്യമിട്ട് നമ്മുടെ മാതൃഭൂമിയെ രോഗതുരമാക്കുകയും ഉൽപാദനശേഷി കുറയ്ക്കുകയും ചെയ്യുന്ന വളങ്ങളും കീടനാശിനികളും നാം അമിതമായി ഉപയോഗിക്കുന്നു. അമിതമായ രാസ ഉപയോഗം വിവിധ ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നു. സാർ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ മണ്ണിന്റെ പോഷണ സുരക്ഷയ്ക്കായിട്ട് ഇത് സഹായിക്കുമോ? മണ്ണിന്റെ പോഷണ സുരക്ഷയ്ക്കായി ജൈവവളങ്ങൾ കൃഷിയുമായി സംയോജിപ്പിച്ച് മണ്ണ് പരിശോധന അടിസ്ഥാനമാക്കിയുള്ള സമീകൃത വളങ്ങളുടെ ഉപയോഗം നാം സ്വീകരിക്കണം. ജൈവ കൃഷി രീതികൾ, സംയോജിത കൃഷി സംവിധാനങ്ങൾ, സൂക്ഷ്മ ജലസേചനം, പുതയിടൽ, വിളപരിക്രമണം തുടങ്ങിയ വിഭവ സംരക്ഷണ സാങ്കേതിക വിദ്യകളും നാം കൃഷിരീതികളിൽ സ്വീകരിക്കണം. സുസ്ഥിര കാർഷിക രീതികളിലേക്കുള്ള ഈ മാറ്റം മണ്ണിന്റെ ഫലഭൂഷ്ഠിതയെ വർദ്ധിപ്പിക്കുകയും
പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുകയും ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. സാർ, ഇത് ഭാവി തലമുറയ്ക്കും ഉപകാരപ്പെടും അല്ലേ? നമ്മുടെ മാതൃഭൂമിയുടെ ആരോഗ്യ സുസ്ഥിരമായ കൃഷിക്കും ഭാവി തലമുറയ്ക്ക് ഭക്ഷ്യലഭ്യതയ്ക്കും വേണ്ടി ഉറപ്പാക്കണം. ഈ ദിശയിലുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ നിങ്ങളുടെ പ്രദേശത്തെ അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം മുതലായവയ്ക്ക് ഉപയോഗിക്കാവുന്ന മതിയായ പ്രോത്സാഹനവും നൽകും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കാർഷിക കലണ്ടറും കുട്ടനാടൻ കൃഷിയും. കുട്ടനാടിന്റെ പാരിസ്ഥിതിക സംരക്ഷണത്തെയും കാർഷിക മേഖലയിലെ പ്രതിസന്ധികളെയും കുറിച്ച് വളരെ സജീവമായി ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ ആരംഭിച്ച സേവ് കുട്ടനാട് എന്ന ക്യാമ്പയിൻ ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളും വിവിധ സാമുദായിക സംഘടനകളും കുട്ടനാട്ടിലെ സാധാരണക്കാരും ഏറ്റെടുത്തു കഴിഞ്ഞു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല ചർച്ചകളിലും കുട്ടനാടിനൊരു കാർഷിക കലണ്ടർ ഉണ്ടാകണമെന്ന് പലരും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്വപ്പെട്ട ജനപ്രതിനിധികൾ പോലും കാർഷിക കലണ്ടർ വേണമെന്ന് വാദിക്കുന്നു. എന്താണ് കാർഷിക കലണ്ടർ? ഇത് കൃഷിക്ക് ആവശ്യമാണോ? കാർഷിക കലണ്ടർ നിലവിലുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമുക്കിന്നറിയാം. കാർഷിക കലണ്ടർ നിലവിലുണ്ടോ? രണ്ടാം കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി കുട്ടനാട് അന്തർദേശീയ കായൽ കൃഷി ഗവേഷണ പരിശീലന കേന്ദ്രം തയ്യാറാക്കി 2020 ഒക്ടോബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത കാർഷിക കലണ്ടർ നിലവിലുണ്ട്. ഡോക്ടർ GK പത്മകുമാറാണ് കലണ്ടർ നിർദ്ദേശങ്ങളിൽ രൂപകൽപ്പന ചെയ്തത്. കുട്ടനാട്ടിലെ 1270 പാടശേഖരങ്ങളിൽ 990 വയലുകളിലെ കൃഷിരീതി പഠന വിധേയമാക്കിയാണ് കലണ്ടർ തയ്യാറാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ശില്പശാലയും നടത്തിയിരുന്നു. അശാസ്ത്രീയമായ കൃഷിരീതികൾ മൂലം തണ്ണീർമുക്കം ബണ്ടിന്റെ പ്രവർത്തനം ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് കാർഷിക കലണ്ടർ ആവിഷ്കരിച്ചിരിക്കുന്നത്. കുട്ടനാടിന്റെ കൃഷിയും പരിസ്ഥിതിയും തണ്ണീർമുക്കം ബണ്ടിന്റെ പ്രവർത്തനവുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കലണ്ടറും കൃഷിനാശവും. തണ്ണീർമുക്കം ബണ്ടിന്റെ നിർമ്മാണ ലക്ഷ്യം കുട്ടനാടിന്റെ കാർഷിക തീവ്രത വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ അച്ചടക്കമില്ലാത്ത കൃഷിരീതി കൃഷിക്കാലം നീട്ടിക്കൊണ്ടുപോവുകയും ബണ്ട് കൂടുതൽ കാലം അടഞ്ഞു കിടക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. ഇത് കുട്ടനാട്ടിലെ വലിയ പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിച്ചു. വർഷകാലത്തെ കൃഷി മൊത്തം ഭൂവിസ്തൃതിയുടെ 30% പലപ്പോഴും വെള്ളപ്പൊക്ക ഭീഷണിക്ക് കാരണമാകാറുണ്ട്. കാർഷിക കലണ്ടർ കർശനമായി പ്രാവർത്തികമാക്കിയാൽ വർഷകാല കൃഷി വിസ്തൃതിയിൽ കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരാനാകും. അതേസമയം ഗുണമേന്മയുള്ള വിത്ത് കൃത്യസമയത്ത് എത്തിക്കാത്തതും വെള്ളം വറ്റിക്കാനുള്ള വൈദ്യുതി വിതരണത്തിന്റെ തടസ്സവും അനുബന്ധ കാര്യങ്ങളുമാണ് കൃഷി തുടങ്ങാൻ താമസിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് കുട്ടനാടിനെ 6 മേഖലകളായി തിരിച്ചാണ് കലണ്ടർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ലോവർ കുട്ടനാട്, അപ്പർ കുട്ടനാട്, വടക്കൻ കുട്ടനാട്, വൈക്കം കരി, പുറക്കാട് കരി, കായൽ പ്രദേശം എന്നിവയാണ് 6 മേഖലകൾ. 2 കൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളിൽ ഒക്ടോബറിൽ പുഞ്ചകൃഷി ആരംഭിച്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വിളവെടുക്കാവുന്ന രീതിയിലാണ് കലണ്ടർ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. 2018 മഹാപ്രളയത്തിന് ശേഷം കുട്ടനാട്ടിലെ ആവാസ വ്യവസ്ഥയിലും കാർഷിക രീതികളിലും ഭൂപ്രകൃതിയിലും പതിവുകളിലുമെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പുഞ്ചക്കൊയ്ത്ത് കഴിഞ്ഞാൽ രണ്ടാം കൃഷി എന്ന രീതി മഹാപ്രളയം മാറ്റിയെഴുതി. വിതച്ചതെല്ലാം അന്ന് പ്രളയം കൊണ്ടുപോയി. പിന്നീടുള്ള വർഷങ്ങളെല്ലാം ശരാശരി 60 മുതൽ 70% മാത്രമാണ് കൊയ്ത്തെടുക്കാനായത്. ഇവയ്ക്കൊരു പരിഹാരമായാണ് കാർഷിക കലണ്ടർ വിഭാവനം ചെയ്തെങ്കിലും കർഷകർ കലണ്ടറിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പിന്തുടരുന്നില്ല. അതിന് വിവിധ കാരണങ്ങൾ കർഷക പ്രതിനിധികൾ പങ്കുവയ്ക്കുന്നുണ്ട്. കൃഷി വകുപ്പ് കർഷകരുമായി ചർച്ച ചെയ്ത് ആവശ്യമായ ഭേദഗതികളോടുകൂടെ കാർഷിക കലണ്ടർ അവതരിപ്പിച്ചാൽ അച്ചടക്കമുള്ള കൃഷിരീതിക്കും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും സഹായകമാകും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കീടരോഗ പരിപാലനം. കുട്ടനാട്ടിലെ നെൽകൃഷിയുടെ ഉൽപാദനക്ഷമത കുറയാനുള്ള പ്രധാന പ്രശ്നം കീടരോഗബാധയാണ്. അന്തരീക്ഷത്തിൽ കൂടിയ ആപേക്ഷിക ആർദ്രത
കുട്ടനാട്ടിൽ കീടരോഗം പൊട്ടിപ്പുറപ്പെടുന്നതിന് സാഹചര്യം സൃഷ്ടിക്കുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ വരവ് കീടരോഗ ആക്രമണത്തിൽ വ്യതിയാനം സൃഷ്ടിച്ചതായി കാണപ്പെടുന്നു. ചില അപ്രധാന കീടങ്ങൾ പ്രധാന കീടങ്ങളായി രൂപാന്തരപ്പെട്ടു. രണ്ടുപൂക്കൃഷി തണ്ടുതുരപ്പൻ പുഴുവിന്റെ ആക്രമണം രൂക്ഷമാക്കി. ഖാരിഫ് സീസണിലെ ഗ്വാളീച്ച എല്ലാ സീസണിലും കാണപ്പെട്ടു. വിറുലൻ ഗോൾമിഡ്ജ് ബയോടൈപ്പ് 5 എന്ന കീടത്തിന്റെ ആക്രമണം രൂക്ഷതയേറി. 1996 പുഞ്ച സീസണിലെ ഗാൾമിഡ്ജിന്റെ ആക്രമണം മൂലം കുട്ടനാട്ടിൽ 8 കോടി രൂപയുടെ നഷ്ടം വിലയിരുത്തിയിരുന്നു. വിളക്കാലത്ത് പല ആവർത്തിയിലുള്ള രാസകീടനാശിനികളുടെ പ്രയോഗം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തു. കീടനാശിനിക്കെതിരെ പ്രതിരോധം, മറ്റ് കീടങ്ങളുടെ വർധനവ്, പരിസ്ഥിതി മലിനീകരണം, രാസപദാർത്ഥങ്ങളുടെ അമിതമായ അളവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ മൂലം നെൽകൃഷിയിൽ സംയോജിത കീടനിയന്ത്രണം എന്ന സാങ്കേതിക കീട പരിപാലന നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കാൻ കർഷകർ പ്രേരിതരായി. നെല്ലിന്റെ സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങൾ: പ്രതിരോധ ഇനങ്ങളുടെ ഉപയോഗം, സമയമനുസരിച്ചുള്ള വിത, ശരിയായ വിത്തളവ്, നിലമൊരുക്കൽ, കളനിയന്ത്രണം, സന്തുലിത വളപ്രയോഗം, ജലപരിപാലനം, ആവശ്യാനുസരണം കീടനാശിനി ഉപയോഗം, മിത്രകീടങ്ങളുടെ സംരക്ഷണം. സംയോജിത രോഗപരിപാലനം: നിലങ്ങളിലുള്ള നെല്ലിന്റെ ചുവടും കച്ചിയും കത്തിക്കുക. വേനൽക്കാലത്ത് ആഴത്തിൽ ഉഴുതുമറിക്കുക. രോഗം ബാധിച്ച ചെടികൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ മാറ്റുക. രോഗം ബാധിക്കാത്ത ചെടികളിൽ നിന്ന് വിത്ത് എടുക്കുക. വിത്ത് ഉപചാരം: കാർബൻഡാസിം 2 ഗ്രാം പെർ കിലോഗ്രാം വിത്തിന്. തിങ്ങി നിൽക്കുന്ന ചെടികൾ മാറ്റുക. ശുപാർശ പ്രകാരമുള്ള വളപ്രയോഗം ഇടവിട്ട് നടത്തുക. യഥാസമയമുള്ള വിത, ബണ്ടിലുള്ള കളകളെ നശിപ്പിക്കുക. നിരന്തരമായ കീടനിരീക്ഷണം. ഇലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കുന്നത് വഴി അവിച്ചിൽ, ബാക്ടീരിയയിൽ ഇലകരിച്ചിൽ എന്നീ രോഗബാധ ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്നു. പ്രതിരോധ വിത്ത് ഇനങ്ങൾ ഉപയോഗിക്കുക. ഉദാഹരണം: രജനി, പവിഴം. ജൈവ കുമിൾനാശിനി ഉപയോഗിക്കുക. വിത്ത് ഉപചാരം: സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് 10 ഗ്രാം പെർ കിലോഗ്രാം വിത്തിന് ഉപയോഗിക്കാം. മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ 2.5 കിലോഗ്രാം സ്യൂഡോമോണാസ് പ്ലസ് 50 കിലോ ജൈവവളം പെർ ഹെക്ടർ വിതച്ച് 30 ദിവസത്തിനു ശേഷം കൊടുക്കുക. ഇലകളിൽ തളിക്കുക. 1% നട്ട് 45 ദിവസത്തിനു ശേഷം മണ്ണ് കണക്കിലെടുത്ത് ശുപാർശ പ്രകാരം കുമിൾനാശിനി ആവശ്യാനുസരണം രോഗാധിക്യം കണക്കിലെടുത്ത് ഉപയോഗിക്കുക. മേൽമണ്ണിൽ ജലനിർഗമന ചാലുകൾ നിർമ്മിച്ച് പ്രധാന ചാലുമായി ബന്ധിപ്പിക്കുന്നത് വഴി 30 സെന്റിമീറ്റർ താഴ്ച വരെയുള്ള വേരുപടലങ്ങൾക്ക് വായു സഞ്ചാരം സുഗമമാക്കും. കൂടാതെ ഇത് ഉപ്പിന്റെ അംശം, അമ്ലത്വം, മണ്ണിലെ മറ്റ് ദോഷകാരികളായ രാസപദാർത്ഥങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നതിന് സഹായകരമാകും. കരിനിലങ്ങൾ കീഴ്മണ്ണിലുള്ള ജലനിർഗമന സംവിധാനം ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു. ഇതിനായി 60 സെന്റിമീറ്റർ പൈപ്പ് 30 സെന്റിമീറ്റർ വീതിയിൽ 80 സെന്റിമീറ്റർ താഴ്ചയിൽ സ്ഥാപിക്കാവുന്നതാണ്. കളനാശിനി പ്രയോഗത്തിന് മുമ്പ് വെള്ളം വാർത്ത് കളയുക. 24 to 48 മണിക്കൂറിന് ശേഷം വെള്ളം കയറ്റുക. കൊയ്യുന്നതിന് 10 to 15 ദിവസം മുമ്പായി വെള്ളം വാർത്ത് കളയുക. കളപരിപാലനം: കളപരിപാലനത്തിനായി കുട്ടനാട്ടിലെ കർഷകർ പരമ്പരാഗതമായി കളമുളപ്പിച്ച് പിന്നീട് വെള്ളം കയറ്റി കള അഴുകാൻ അനുവദിച്ചുകൊണ്ടുള്ള കള നിയന്ത്രണ മാർഗമാണ് അവലംബിക്കുന്നത്. രാസകള നിയന്ത്രണം: പ്രീ എമർജന്റ് കളനാശിനികൾ വിത കഴിഞ്ഞ് 3 to 5 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കണം. പെർട്ടിലാക്ലോർ, ക്ലോർ അസറ്റാമൈഡ് 30 EC പ്ലസ് സേഫ്നർ ഫെൻക്ലോറിൻ പ്രീ എമർജന്റ് കളനാശിനികളായി ഉപയോഗിക്കുന്നത് പെർട്ടിലാക്ലോർ കീടനാശിനിയാണ്. പോസ്റ്റ് എമർജന്റ് കളനാശിനികളും ഉണ്ട്. കട വിതച്ച് 14 to 16 ദിവസം കഴിഞ്ഞാണ് ഇവ ഉപയോഗിക്കുക. 2,4-D സോഡിയം സാൾട്ട് 80 WP, ബിസ് പൈറിബാക് സോഡിയം എന്നിവയാണ് പോസ്റ്റ് എമർജന്റ് കളനാശിനികളായി ഉപയോഗിക്കാറ്. മണ്ണിന്റെ പ്രശ്നങ്ങളും പരിപാലനവും: രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം മൂലം മണ്ണിലുള്ള മൂലകങ്ങളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതോടൊപ്പം സാമ്പത്തിക നഷ്ടവും കുട്ടനാട്ടിലെ നെൽകൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. രാസവളങ്ങൾ ശരിയായ അളവിൽ നൽകുന്നത് വഴി വിളകളുടെ ഉൽപാദന വർധനവും മണ്ണിന്റെ ഉൽപാദനക്ഷമതയും നിലനിർത്താൻ സാധിക്കും. കുട്ടനാടൻ പാടശേഖരങ്ങളിലെ മണ്ണ് അലൂവിയൽ ക്ലേ വിഭാഗത്തിൽ പെടുന്നു. ശരാശരി ഫലപുഷ്ടിതയുള്ള ഈ മണ്ണിൽ ഇടവിട്ടുള്ള മണ്ണടിയൽ മൂലം ഫലപുഷ്ടിത നഷ്ടപ്പെടാതെ നിലനിർത്തുന്നു. സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശമായതിനാൽ പുളി അധികമായുള്ള ആസിഡ് സൾഫേറ്റ് മണ്ണാണ്
ഈ മേഖലകളിൽ ഉള്ളത്. അയൺ, അലുമിനിയം, മാംഗനീസ് സൾഫേറ്റ് എന്നീ മൂലകങ്ങളുടെ അമിതമായ ആധിക്യവും ഹൈഡ്രജൻ സൾഫേറ്റിന്റെ ആധിക്യം മൂലം ചെടികളിലുണ്ടാകാവുന്ന ക്ഷതം എന്നിവ കുട്ടനാട്ടിലെ നെൽകൃഷിയെ നിരന്തരമായി ബാധിക്കുന്നു. വെള്ളം വാർത്ത് മണ്ണ് ഉണങ്ങാൻ അനുവദിക്കുന്നത് അമ്ലത്വം വർദ്ധിപ്പിക്കുന്നു. ഇടവിട്ട് വെള്ളം വാർത്ത് കളഞ്ഞ് വെള്ളം കയറ്റുന്ന പ്രക്രിയ മണ്ണിന്റെ പുളിരസം കഴുകിക്കളഞ്ഞ് അമ്ലത്വം കുറയ്ക്കുന്നു. വെള്ളം വാർത്ത ശേഷം കുമ്മായ വസ്തുക്കൾ അടിവളമായി മണ്ണിൽ ചേർത്ത ശേഷം 350 കിലോഗ്രാം പെർ ഹെക്ടർ നിരക്കിൽ 2 മുതൽ 4 ദിവസം വരെ നിലനിർത്തുകയും പിന്നീട് വെള്ളം വാർത്ത് കളയുകയും ചെയ്യുക. ഇത് മണ്ണിലെ പുളിരസം കുറയ്ക്കാൻ സഹായകരമാകും. pH 4.5 താഴെയാണെങ്കിൽ കുമ്മായ പ്രധാന വസ്തുക്കൾ 250 കിലോഗ്രാം പെർ ഹെക്ടർ നിരക്കിൽ മേൽവളം ഇടുന്നതിന് 7 ദിവസം മുൻപോ പിൻപോ ചേർക്കാവുന്നതാണ്. അമ്ലത്വം മൂലമുള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള മാർഗങ്ങൾ: 1. വിത്തിനങ്ങൾ AR8, മഷൂരി, MO 16, 18, 19 എന്നീ ഇനങ്ങൾ ഉപയോഗിക്കുക. 2. വിത്ത് ഉപചാരം: നെൽവിത്ത് അളവിന്റെ 50-100% തോതിൽ കാൽസ്യം പെറോക്സൈഡ് എന്ന ഓക്സിഡന്റ് ഉപയോഗിച്ച് വിത്ത് ഉപചാരം നടത്തുക. 3. വിള പരിപാലനം: മണ്ണിൽ അമ്ലത്വം കുറവ് കാണുമ്പോൾ വിതയ്ക്കുക. 4. ജലപരിപാലനം: ഇടയ്ക്കിടെ വെള്ളം വാർത്ത് കളഞ്ഞ് വെള്ളം കയറ്റി മണ്ണിലെ അമ്ലത്വം കഴുകിക്കളയുക. വെള്ളം സ്ഥിരമായി കെട്ടി നിർത്താൻ അനുവദിക്കരുത്. 5. വളപ്രയോഗം: NPK ശുപാർശ പ്രകാരം നൽകുക. 6. കുമ്മായം ചേർക്കൽ: കുമ്മായം മണ്ണിൽ ചേർക്കുക. 7. ജൈവ വസ്തുക്കൾ ഒഴിവാക്കുക: അമ്ലത്വാധിക്യമുള്ള മണ്ണിലും ജലനിർഗമന സൗകര്യമില്ലാത്ത മണ്ണിലും കൊയ്ത ശേഷം കച്ചി മണ്ണിൽ ചേർക്കുന്ന പ്രക്രിയ ഒഴിവാക്കുക. 8. വളപ്രയോഗം: അമോണിയം സൾഫേറ്റിന് പകരം യൂറിയ ഉപയോഗിക്കുക. 9. മണ്ണ് പരിപാലനം: കൊയ്ത ശേഷം മണ്ണ് പൊടിയിൽ പൂട്ടുക. 10. പൊട്ടാഷ്, മാഗ്നീഷ്യം, ഭാവകം എന്നിവ കൂടുതൽ ചേർക്കുക. 11. കുമ്മായം മേൽമണ്ണുമായി ചേർക്കുക. 12. സീസൺ മധ്യത്തിൽ ജലനിർഗമന സൗകര്യം മെച്ചപ്പെടുത്തുക. അതുമൂലം അടിഞ്ഞുകൂടിയ അമ്ലത്വം നീക്കം ചെയ്യാനും വായു സഞ്ചാരം സുഗമമാക്കാനും സഹായകരമാകുന്നു. 14. ഫോളിയാർ സ്പ്രേയിങ് അമ്ലാധിക്യം കുറയ്ക്കാൻ സഹായിക്കുന്നു. 1% DAP, 1% MOP, 0.25% കോപ്പർ സൾഫേറ്റ്, 0.5% സിങ്ക് സൾഫേറ്റ് വിതച്ച് 20, 35, 50 ദിവസങ്ങൾക്ക് ശേഷം ഫോളിയാർ ആയി സ്പ്രേ രൂപത്തിൽ ഉപയോഗിക്കാം. രണ്ടാം വിള ഇറക്കുന്ന പാടശേഖരങ്ങളിൽ വേഗത്തിൽ കച്ചി അഴുകുന്നതിനായി കൊയ്ത ശേഷം കച്ചി മണ്ണുമായി ഉഴുതു ചേർത്ത ശേഷം റോക്ക് ഫോസ്ഫേറ്റ് 95 kg പെർ ഏക്കർ പ്ലസ് 10 kg യൂറിയ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വായു സഞ്ചാരം പകുതി നിലനിർത്തി 2-3 ആഴ്ച കച്ചി അഴുകുന്നതിനായി അനുവദിക്കുക. അതിനുശേഷം വെള്ളം കയറ്റി ഇടുക. 1 ടൺ കച്ചിയിൽ 5-8 കിലോഗ്രാം നൈട്രജൻ, 1 കിലോഗ്രാം ഫോസ്ഫേറ്റ് ഭാവകം, 12-17 കിലോഗ്രാം പൊട്ടാഷ്, 0.5-1 കിലോഗ്രാം സൾഫർ, 40-70 കിലോഗ്രാം സിലിക്കൺ, 3-4 കിലോഗ്രാം കാൽസ്യം, 1-3 കിലോഗ്രാം മാഗ്നീഷ്യം കാണുന്നു. വിത്തിനങ്ങൾ: ഇനം പവിത്ര, മൂപ്പ് 115-120 ദിവസം, പ്രതിരോധശേഷി മുഞ്ഞ, ഗ്വാളീച്ച. ഇനം പഞ്ചമി, മൂപ്പ് 115-120 ദിവസം, പ്രതിരോധശേഷി മുഞ്ഞ, ഗ്വാളീച്ച. വിത്ത് ഉമ, മൂപ്പ് 115-125 ദിവസം, പ്രതിരോധശേഷി മുഞ്ഞ, ഗ്വാളീച്ച. വിത്തിനം കരീഷ്മ കൃഷ്ണാഞ്ജന, കരീഷ്മ. ഇനം മൂപ്പ് 110-120 ദിവസം, പ്രതിരോധശേഷി കരനിലങ്ങളിൽ അമ്ലത്വം പ്രതിരോധിക്കും. ഇനം കൃഷ്ണാഞ്ജന, മൂപ്പ് 105-110 ദിവസം, പ്രതിരോധശേഷി കരിനിലങ്ങളിലെ അമ്ലത്വം പ്രതിരോധം. ഇനം കൈരളി, മൂപ്പ് 110-115 ദിവസം, പ്രതിരോധശേഷി എല്ലാ സീസണിലും നടാവുന്നതാണ്. ഇനം കാഞ്ചന, മൂപ്പ് 105-110 ദിവസം, എല്ലാ സീസണിലും തണ്ടുതുരപ്പിനെതിരെ പ്രതിരോധശേഷിയുണ്ട് ഇതിന്. രമണിക ഇനം 100-105 ദിവസം, മുഞ്ഞയ്ക്കെതിരെയാണ് ഇതിന് പ്രതിരോധശേഷിയുള്ളത്. ഇനം രേവതി, 105-110 ദിവസം മൂപ്പ്, മുഞ്ഞ, ഗ്വാളിജയ്ക്കെതിരെ പ്രതിരോധശേഷി ഈ ഇനം പ്രകടിപ്പിക്കുന്നു. ഇനം ഹർഷ, 105-110 ദിവസം, പ്രതിരോധശേഷി ബ്ലാസ്റ്റ്,
വരൾച്ച. ഇനം വർഷ 110 ദിവസം മൂപ്പ്. ബ്ലൂ വണ്ട് കീടത്തിനെതിരെ പ്രതിരോധ ശേഷിയുണ്ട്. ഇനം വർണ്ണ 110 to 115 ദിവസം മൂപ്പ്. മിക്ക കീടങ്ങൾക്കെതിരെയും സാമാന്യ പ്രതിരോധ ശേഷി ഈ ഇനത്തിനുണ്ട്. ഇനം ഗൗരി 115 to 120 ദിവസം. മിക്ക കീടങ്ങൾക്കെതിരെയും സാമാന്യ പ്രതിരോധ ശേഷി ഈ ഇനവും പ്രകടിപ്പിക്കുന്നു. VTL 7 ഉപ്പ്, അമ്ലത്വം, വെള്ളപ്പൊക്കം പ്രതിരോധം കൂടാതെ പൊക്കാളി ഇനമാണ് ഇത്. ഭാഗ്യ 100 ദിവസം മൂപ്പാണ് ഭാഗ്യ ഇനത്തിനുള്ളത്. ഓണാട്ടുകര ഒന്നാം വിള ഇനം ആയും വരൾച്ച, ബ്ലൈറ്റ്, തണ്ടുതുരപ്പൻ, ഇലചുരുട്ടി പുഴു, കുഴൽപ്പുഴു എന്നിവയ്ക്കെതിരെയും പ്രതിരോധ ശേഷി കാണിക്കുന്നു. മറ്റൊരു ഇനമായ ഓണം 95 ദിവസമാണ് ഇതിന് മൂപ്പ്. ഓണാട്ടുകര ഒന്നാം വിള കൃഷിക്ക് യോജിച്ചത്. ബ്ലാസ്റ്റ്, ബ്ലൈറ്റ് എന്നിവയ്ക്ക് പ്രതിരോധശേഷി ഉണ്ട്. റെഡ് ത്രിവേണി 100 to 105 ദിവസം മൂപ്പാണ് ഈ ഇനത്തിനുള്ളത്. മുഞ്ഞയ്ക്കെതിരെ ഇതിന് നല്ല പ്രതിരോധശേഷിയാണുള്ളത്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കൃഷിയിലെ കാലദൈർഘ്യം. ആദ്യകാലങ്ങളിൽ 2 വർഷത്തിലൊരു കൃഷി എന്ന നിലയിൽ ആരംഭിച്ച പഴനില കൃഷി പിൽക്കാലത്ത് വർഷത്തിലൊരു കൃഷിയായും ക്രമേണ 2 കൃഷിയായും മാറി. മാത്രമല്ല 2 കൃഷിയുള്ളിടത്ത് ദീർഘകാല മൂപ്പുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചത് കാർഷിക വൃത്തിയുടെ കാലദൈർഘ്യം വർദ്ധിപ്പിച്ചു. ഒരു വിളയ്ക്ക് ഹ്രസ്വകാല മൂപ്പുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതുവഴി സമയബന്ധിതമായ വിളവെടുപ്പ് സാധ്യമാകും. 105 ദിവസം മൂപ്പുള്ള നെല്ലിനങ്ങൾക്ക് പകരം 120 ദിവസത്തെ മൂപ്പുള്ള നെല്ലിനങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ കാലദൈർഘ്യം വർദ്ധിപ്പിക്കുകയും ബണ്ട് കൂടുതൽ കാലം അടച്ചിടേണ്ട സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. കലണ്ടറും മത്സ്യകൃഷിയും. നെൽകൃഷി പോലെ തന്നെ കുട്ടനാടിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് മത്സ്യസമ്പത്ത്. ജലസമൃദ്ധമായ കുട്ടനാട്ടിലെ മത്സ്യോൽപാദനം തണ്ണീർമുക്കം ബണ്ടിന്റെ പ്രവർത്തനം മൂലം പ്രതികൂലമായി ബാധിച്ചു. കീടനാശിനികളും രാസവളങ്ങളും വിസർജ്യ വസ്തുക്കളും ചേർന്നുണ്ടാകുന്ന ജലമലിനീകരണം കായലിലെ പ്രധാന വിഭവമായ കക്കയുടെ വംശനാശത്തിനും ആറ്റുകുഞ്ചിന്റെ തകർച്ചയ്ക്കും കണ്ടൽ കാടുകളുടെ തിരോധാനത്തിനും ജലകളങ്ങളും കുളവാഴകളും അനിയന്ത്രിതമായി പെരുകുന്നതിനും മത്സ്യരോഗങ്ങൾക്കും കാരണമായി. തണ്ണീർമുക്കം ബണ്ട് കേവലം 90 ദിവസം മാത്രം അടച്ചിടാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ 4 പതിറ്റാണ്ടു കാലത്ത് തണ്ണീർമുക്കം ബണ്ടിന്റെ പ്രവർത്തനം വിലയിരുത്തിയാൽ ബണ്ട് അടച്ചിടുന്ന കാലയളവ് ശരാശരി 122 ദിവസമാണെന്ന് മനസ്സിലാക്കുന്നു. കായലിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും ഉയർന്ന ജൈവ മലിനീകരണം നിയന്ത്രിക്കുന്നതിനും കൂടുതൽ കാലം ബണ്ട് തുറന്നിടുന്നത് അനിവാര്യമാണ്. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ പഠനങ്ങളും മത്സ്യസമ്പത്ത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് തെളിയിക്കുന്നത്. ഇതുമൂലം മത്സ്യബന്ധനം ജീവിതമാർഗമാക്കിയവരുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. കുട്ടനാട്ടിലാകമാനം പുനഃക്രമീകരിച്ചുള്ള കാർഷിക കലണ്ടർ പാലിക്കുന്നതുവഴി കാർഷികോൽപാദനം വർദ്ധിക്കുക മാത്രമല്ല മത്സ്യകൃഷിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും കുട്ടനാടൻ പാരിസ്ഥിതിക സന്തുലനം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. അടുത്തതായി ജൈവ കാർഷിക മിഷനെ കുറിച്ചറിയാം. ആഗോളതാപനത്തിനും താളം തെറ്റുന്ന കാലാവസ്ഥയുടെ താളപ്പിഴകൾക്കും തടയിടാൻ കാർബൺ തുലിത കൃഷി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി നാച്ചുറൽ ഫാമിംഗ് ജൈവ കൃഷിക്കായുള്ള സമഗ്രമായ ഇടപെടൽ എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ ജൈവ കാർഷിക മിഷൻ രൂപം നൽകിയിരിക്കുന്നു. കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന ഈ വേറിട്ട ദൗത്യം ജൈവ കൃഷിയിലൂടെ സുരക്ഷിതമായ ഭക്ഷണം, ആരോഗ്യ പരിരക്ഷ, പാരിസ്ഥിതിക സന്തുലനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള ഫലപ്രദമായ ഇടപെടലാണ്. ആഹാരം തന്നെ ഔഷധം. മണ്ണറിഞ്ഞു വളം ചെയ്താൽ കിണ്ണം നിറയെ ചോറുണ്ണാം. കാടരികെ, തോടരികെ, വീടരികെ കൊത്തരുത് തുടങ്ങിയുള്ള പറഞ്ഞു പതിഞ്ഞ പഴമൊഴികളും പ്രകൃതിക്കനുഗുണമായ കൃഷിയുടെ പ്രാധാന്യത്തെയാണ് വിളിച്ചോതുന്നത്. കടും കൃഷിയിലൂടെ രാജ്യത്തെ ഭക്ഷ്യഭദ്രമാക്കിയ വിശ്വവിഖ്യാത കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ അതിന്റെ ദൂരവ്യാപക വിനാശങ്ങൾ തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടത് നിത്യഹരിത വിപ്ലവമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതും സുസ്ഥിരവും സുരക്ഷിതവുമായ ജൈവ കൃഷിയുടെ സുവിശേഷമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ കാർഷിക മേഖലയിൽ പ്രയോഗക്ഷമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ സുചിന്തിതമായ തീരുമാനം ഒരു സർക്കാർ ഉത്തരവ് എന്നതിലുപരി ആയുരാരോഗ്യപൂർണമായ ജീവിതത്തിനായുള്ള പ്രയോഗ പാഠമായി കേരളീയ സമൂഹം ഏറ്റെടുക്കുക തന്നെ വേണം. ജൈവ കൃഷിയിലേക്കുള്ള ചുവടുമാറ്റം. ജീവിതം മൊത്തമായും ചില്ലറയായും ഓൺലൈനിലായ കാലമാണിത്. നിർമ്മിത ബുദ്ധി ജീവിതത്തെയാകെ മാറ്റിമറിക്കുന്നു. ജീവിതവേഗം കൂടിയ പുതിയ കാലം. ആഘോഷങ്ങളും ആചാരങ്ങളും അതോട് ചേർന്ന് ഭക്ഷണ രീതികളും അടിപൊളിയായി മാറുമ്പോഴും നാടൻ സാധനങ്ങളോടും ഭക്ഷണത്തോടും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു മമത ഇന്നും മലയാളികളുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നുണ്ട്. പച്ചക്കറികളും പഴങ്ങളും പാലും കോഴിമുട്ടയും കോഴിയിറച്ചിയും തുടങ്ങിയവയെ എന്തും വിപണിയിൽ നിന്ന് വാങ്ങുമ്പോഴും തെല്ല് വില കൂടുതലാണെങ്കിലും നാടൻ തന്നെ ചോദിച്ചു വാങ്ങുവാൻ നമ്മൾ ജാഗ്രത കാണിക്കുന്നു. എന്തിനേറെ മുന്തിയ ഭക്ഷണം
വിളമ്പുന്ന ഹോട്ടലുകളേക്കാൾ നാടൻ ഭക്ഷണം കിട്ടുന്ന ചെറിയ ഭക്ഷണശാലകളോടാണ് ഇപ്പോൾ മിക്കവർക്കും താല്പര്യം. നാടൻ പച്ചക്കറികൾ, നാടൻ കോഴിക്കട, അടുക്കള ഊണ്, വീട്ടിലെ ഊണ്, നാടൻ ചായപ്പീടിക ഇങ്ങനെയുള്ള പരസ്യ ബോർഡുകൾ നമ്മളുടെ വഴിയോരങ്ങളിൽ എവിടെയും ഇപ്പോഴും കാണാം. നാടൻ എന്ന നന്മയോടുള്ള നമ്മുടെ മമതയും മനസ്സും കണ്ടറിഞ്ഞപ്പോൾ ഇതൊരു കച്ചവട ബ്രാൻഡ് തന്ത്രമാക്കി ചിലരെങ്കിലും മാറ്റിയിട്ടുണ്ട്. കീടനാശിനികളുടെ ആധിക്യമില്ലാത്തതും രാസവളങ്ങൾ അമിതമായി ചേർക്കാത്തതുമായ കായ്കറികളും ഹോർമോൺ സാന്നിധ്യമില്ലാത്ത കോഴിയിറച്ചിയും കോഴിമുട്ടയും മായം ചേർക്കാത്ത വെളിച്ചെണ്ണയും കറി മസാലകളും മറ്റും ചേർത്ത് തയ്യാറാക്കുന്ന ആഹാരം കിട്ടുമെന്നാണ് നാടൻ ഭക്ഷണശാലകളെ ഇത്ര കണ്ട് ജനപ്രിയമാക്കുന്നത്. ചുരുക്കത്തിൽ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വിഭവങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന ആഹാരം ആരോഗ്യം അപകടത്തിലാക്കില്ലെന്ന ചിന്തയാണ് നമ്മളെ നാടനിലേക്ക് അടുപ്പിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഓർഗാനിക് ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് ഏറെ പ്രിയം കൈവന്നിരിക്കുന്നു. പോയ കാല കേരളം ഇങ്ങനെ മണ്ണിന്റെയും മനുഷ്യന്റെയും ഈ മഹാപ്രകൃതിയുടെയും ആരോഗ്യം കരുതലോടെ കണ്ടാണ് കൃഷി ചെയ്തിരുന്നത്. ഇങ്ങനെ വിളയിച്ചെടുത്ത കാർഷിക വിളകളാൽ സ്വന്തം അടുക്കളയിൽ പാകം ചെയ്തിരുന്ന ആഹാരം കഴിച്ച് ആരോഗ്യത്തോടെ ജീവിക്കുക എന്നതായിരുന്നു പൂർവികമായ കേരളീയ ശീലം. വീട്ടുവളപ്പിലെ ആവശ്യാധിഷ്ഠിതമായ കൃഷിയും വീട്ടാവശ്യത്തിനു വേണ്ടി പാലിനും ഒപ്പം ചാണകത്തിനുമായി 1-2 പശുക്കളും അവയ്ക്കായി ഒരു എരുത്തിലും അത്യാവശ്യം നാടൻ കോഴികളും അവയ്ക്ക് ചേക്കേറാൻ ഒരു കോഴിക്കൂടും ഈ വിധ ജീവിത നന്മകളൊക്കെയും കാലത്തിൻ്റെ കടലെടുത്തു പോയതിൻ്റെ ദുരന്തം ജീവിതശൈലി രോഗങ്ങളായും മഹാവ്യാധികളായും ഇന്ന് നാം അനുഭവിക്കുകയാണ്. ഈ രോഗഭീതി കൊണ്ട് തന്നെയാണ് ഇന്നിതാ എല്ലാവർക്കും തവിട് കളയാത്ത നാടൻ മട്ടയേരി തന്നെ വേണം. പക്ഷേ ആർക്കും വയലും നെൽകൃഷിയും വേണ്ട. പതയടങ്ങാത്ത നാടൻ പശുവിൻ്റെ പാൽ തന്നെ വേണം. പക്ഷേ പശുവും പശുത്തൊഴുത്തും ആർക്കും വേണ്ട. നല്ല നാടൻ കോഴിമുട്ട തന്നെ വേണം. എന്നാൽ ആർക്കും കോഴിയും കോഴിക്കൂടും വേണ്ട. അടുക്കളയിൽ ഉണ്ടാക്കിയ തനി നാടൻ ഭക്ഷണത്തോട് എല്ലാവർക്കും പ്രിയമാണ്. പക്ഷേ മാർബിൾ പതിച്ച അത്യാധുനിക മോഡുലാർ കിച്ചൺ തീ പുകയുന്നതിൽ തെല്ലും താല്പര്യമില്ല. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പുതിയ കേരളം. ശാരീരിക അധ്വാനത്തോട് പുറം തിരിഞ്ഞ് നിൽക്കുകയും മണ്ണിൽ ഇറങ്ങാൻ മടിക്കുകയും ചെയ്യുന്ന നിലയിൽ നമ്മുടെ മനോഭാവം മാറിയെങ്കിലും പഴയകാല ഭക്ഷണശീലങ്ങൾ തേഞ്ഞു മാഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ നാടൻ ഭക്ഷണ സാധനങ്ങളും നാടൻ പീടികയും ഇപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നത്. കൃഷിയിലെ നന്മ നിറഞ്ഞ ഈ കേരളീയ പാരമ്പര്യ ശീലത്തെ പുനർജീവിപ്പിക്കുകയും മണ്ണിലേക്ക് പറിച്ചു നടുകയും ചെയ്യുക എന്നതാണ് ജൈവ കാർഷിക മിഷൻ എന്ന ഈ മഹത്തമായ ദൗത്യത്തിന്റെ കാലിക പ്രാധാന്യം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. എന്തിനാണ് ജൈവ കാർഷിക മിഷൻ? കൃഷി ജീവനോപാധിയായി സ്വീകരിച്ചിട്ടുള്ള കർഷകർക്ക് കൃഷിയിൽ നിന്ന് പരമാവധി വരുമാനം ഉറപ്പാക്കി സാമ്പത്തിക ഭദ്രത നേടിയെടുക്കുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യം. അതായത് സുസ്ഥിര കൃഷിയിലൂടെ സുസ്ഥിര വരുമാനം. ഇതിനായി കൃഷി, പശു വളർത്തൽ, കോഴി വളർത്തൽ, മത്സ്യകൃഷി, തേനീച്ച വളർത്തൽ, കൂൺ കൃഷി തുടങ്ങി കാർഷിക സംരംഭങ്ങളെ പരസ്പര പൂരകമായി ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു സംയോജിത കൃഷി സമ്പ്രദായത്തിനാണ് ഈ പദ്ധതി ഊന്നൽ നൽകുന്നത്. മാത്രമല്ല, ഏക മനസ്സോടെ ഏക ലക്ഷ്യത്തോടെയുള്ള കൂട്ടായ്മകളുടെ ജൈവ കൃഷി വ്യാപിപ്പിക്കുക എന്ന പ്രായോഗിക സമീപനവും ലക്ഷ്യമിടുന്നു. വനിതകൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, പ്രവാസികൾ, സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ പ്രസ്ഥാനങ്ങൾ എന്നിവയ്ക്കെല്ലാം ജൈവ കൃഷിക്കായുള്ള ഈ നന്മ കൂട്ടായ്മയിൽ കണ്ണികളാവുന്നതാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും യുവജന സംഘടനകളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ജൈവ കൃഷിയിലൂടെ നാടിനെ സുസ്ഥിര കൃഷിയിലേക്കും ആരോഗ്യ സുരക്ഷയിലേക്കും നയിക്കുന്ന ഈ ജൈവ കൃഷി കൂട്ടായ്മയിൽ അണിചേർന്ന് രാജ്യത്തിനാകെ മാതൃകയാകാനുള്ള അവസരമായി ഇതിനെ മാറ്റാവുന്നതാണ്. മാത്രമല്ല, മണ്ണിനെയും പ്രകൃതിയെയും ഹനിക്കാതെ പരമ്പരാഗത കൃഷിമുറകൾ അവലംബിക്കുന്നതിനോടൊപ്പം വിജയകരമായി പരീക്ഷിച്ച് വിജയിച്ച് തങ്ങളുടെ തനത് ജൈവ കൃഷിമുറകൾ അവലംബിച്ച് പ്രകൃതി സൗഹൃദ കൃഷി നടപ്പിലാക്കാൻ കൃഷിക്കാരെ സജ്ജരാക്കുക എന്നതും ജൈവ കാർഷിക മിഷന്റെ പ്രധാന അജണ്ടയാണ്. സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളെയും വ്യത്യസ്ത കാർഷിക പാരിസ്ഥിതിക മേഖലകളിലും യൂണിറ്റുകളാക്കി തിരിച്ച് ജൈവകൃഷി വ്യാപനം സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ഓരോ വർഷവും 10,000 ഹെക്ടർ സ്ഥലത്ത് ജൈവകൃഷി നടപ്പാക്കി വരുന്ന 5 വർഷം കൊണ്ട് 50,000 ഹെക്ടർ സ്ഥലത്ത് ജൈവകൃഷി ഉറപ്പാക്കുകയാണ് മിഷൻ വിഭാവനം ചെയ്യുന്നത്. ഒരു മാതൃക എന്ന നിലയിൽ കൃഷി വകുപ്പിന്റെ എല്ലാ ഫാമുകളിലും 10% സ്ഥലം സമ്പൂർണമായ ജൈവകൃഷിക്കായി വിനിയോഗിക്കും. ജൈവകൃഷിക്ക് ആവശ്യമായ ഉൽപാദനോപാധികൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതാണ്. കൃഷിക്കൂട്ടങ്ങൾ, കാർഷിക കർമ്മസേന, കുടുംബശ്രീ, അഗ്രോ സർവീസ് സെന്ററുകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഈ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നത്. ജൈവ രീതിയിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും മതിയായ വില ലഭ്യമാക്കുന്നതിനും കൃത്യമായ വിപണന സംവിധാനത്തിനും ജൈവ കാർഷിക മിഷൻ പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ട്. ഗുണനിലവാര പരിശോധനയുടെ അടിസ്ഥാനത്തിൽ
ഉൽപ്പന്നങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ നൽകുകയും കേരളത്തിന്റെ തനത് ബ്രാൻഡിൽ വിദേശ വിപണിയിലടക്കം വിൽപ്പനയ്ക്കുള്ള സംവിധാനങ്ങളും തദ്ദേശീയമായി ഇക്കോ ഷോപ്പുകളിലും ജൈവ സൂപ്പർ മാർക്കറ്റുകളിലും ആരംഭിക്കുന്നതാണ്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ആസൂത്രണത്തിനും നിർവഹിക്കുന്നതിനുമായി കൃഷി വകുപ്പ് മന്ത്രി ചെയർമാനായുള്ള ഗവേണിംഗ് കൗൺസിലും വിവിധ വകുപ്പ് മേധാവികളും കൃഷി അനുബന്ധ സ്ഥാപനങ്ങളുടെ മേധാവികളും ഉൾപ്പെടുന്ന സംസ്ഥാനതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഫലപ്രദമായ പ്രവർത്തനത്തിനായി പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തല കോർഡിനേഷൻ കമ്മിറ്റികളും ഉൾപ്പെടുന്ന സംവിധാനമാണ് ജൈവ കാർഷിക മിഷന് ഉള്ളത്. പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല എന്ന പഴമൊഴി നാം മറന്നുകൂടാ. ഒരു സാധാരണ സർക്കാർ പദ്ധതിയിൽ നിന്ന് വിഭിന്നമായി വിഷമുക്തമായ മണ്ണും ജലവും ഭക്ഷണവും ഉറപ്പാക്കാനുള്ള ഒരു ജീവൻ രക്ഷാ ദൗത്യം എന്ന നിലയിൽ കേരളത്തിലെ കൃഷിക്കാർ മാത്രമല്ല പൊതുസമൂഹമൊട്ടാകെ ജൈവ കൃഷി വ്യാപനത്തിനായി മുന്നിട്ടിറങ്ങണം. നാടിനാകെ മാതൃകയായി മാറിയ സാക്ഷരതാ യജ്ഞം പോലെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെല്ലാം നാളെയുടെ നന്മയ്ക്കായുള്ള ഈ ജൈവ കാർഷിക യജ്ഞത്തിൽ സർവാത്മന പങ്കാളികളാകണം. കാലാവസ്ഥ പ്രവചനമതീതമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഭൂഗർഭ ജലവിധാനം അടിക്കടി കുറയുന്നു. വേനൽ വറുതിയിൽ ഭൂമിയും അന്തരീക്ഷവും ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാകുന്നു. സർവോപരി ജീവിതശൈലി രോഗങ്ങളുടെ പ്രഭവ കേന്ദ്രമായി ദൈവത്തിന്റെ സ്വന്തം നാട് മാറിക്കഴിഞ്ഞു. ഏറ്റവും അധികം ആശുപത്രികളും രോഗപരിശോധനാ ലാബുകളും മരുന്ന് വിൽപ്പനശാലയും ആംബുലൻസുകളുമുള്ള നാടായി കേരളം മാറുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് മണ്ണിന്റെയും മനുഷ്യന്റെയും പ്രകൃതിയുടെയും ആരോഗ്യ സുരക്ഷയ്ക്കായി ജൈവ കാർഷിക മിഷൻ എന്ന നയപരവും ക്രിയാത്മകവുമായ സമീപനത്തിൽ സർക്കാരും കൃഷി വകുപ്പും പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം.